നമുക്കിന്ന് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇനിയിപ്പോൾ ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി നോക്കാം. ഇതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടോട്ടലായിട്ട് 3 കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഓയിൽ ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ മുകളിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാത്തിനും തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ അരിപ്പൊടി ഉണ്ടല്ലോ, അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് വേണ്ട നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെള്ളം ഒന്നായിട്ട് അങ്ങ് വറ്റിയിട്ട് പോകും. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മൊത്തം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കണേ. അപ്പോഴേക്കും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മളിതെങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കേട്ടോ. ചൂടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുള്ളതാണ്. നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് കൈവച്ചിട്ട് പതുക്കെ അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഒരു നേരെ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ പതുക്കെ ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. കൈ വല്ലാണ്ടിങ്ങനെ ചൂടായി പോവാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം സൈഡിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിലൊന്ന് മുക്കിയിട്ട് അങ്ങനെ പതുക്കെ അങ്ങനെ കുഴച്ചെടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടി തന്നെയാണ് എടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ഒരു വറവിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാവുമ്പോൾ നന്നായിട്ട് ഇതുപോലെ അങ്ങനെ കുഴച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയിട്ട് വരും ആ ഒരു ചൂടോട് കൂടി നമ്മൾ കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ. ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അതിന് ക്രാക്കൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞു ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു സ്റ്റീമറിൻ്റെ പാത്രത്തിലോട്ട് തന്നെയാണ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് ഓയിൽ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു പോർഷന് അങ്ങ് എടുക്കാം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഒരു പോർഷനാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് കയ്യിലൊന്നും കൂടെ ഇതുപോലെ ഒന്ന് അങ്ങ് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ബോൾസൊക്കെ അങ്ങനെ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആവി കയറ്റി എടുക്കുന്ന സമയത്ത്. ഇനി കയ്യിലും രണ്ടിലും വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു സൈസിൽ വേണം കേട്ടോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അധികം വലിപ്പം വെക്കാൻ പാടില്ല. കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുമ്പോഴാട്ടോ കഴിക്കാനും നല്ലൊരു സുഖം, അതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗി. അങ്ങനെ ആക്കി എടുക്കുമ്പോഴാണ് ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം ഒരേ ഒരു സൈസ് തന്നെ ആക്കിയെടുക്കണേ. ഇതിൽ കുറഞ്ഞൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് ഇതൊന്നും ഇങ്ങനെ ആക്കിയെടുക്കുന്ന ആ ഒരു ടൈമിലാണ്. കുറേ പേരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക എല്ലാം. ഇപ്പോൾ കറിയൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ ഇതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ ഡിന്നറായിട്ടോ ഇനിയിപ്പോൾ ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ആ ഒരേ സൈസിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കുക കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഇത് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
കണ്ടില്ലേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തട്ട് ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്കൊരു 8 മിനിറ്റോളൊക്കെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 8 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേന് അതിൻ്റെ ആ വേവ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത്രയും ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്കിതിലേക്ക് തേങ്ങ ഒക്കെ ഒന്ന് പൊടിച്ച് വെക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പോളം തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. 250 ml കപ്പിന് 2 കപ്പോളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം അരിപ്പൊടി എടുത്തോ അതിന് അതേ സെയിമിൽ തന്നെ കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തുകൊണ്ടാണ് 2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 5 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 6 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3 മതിയാവും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടൊരു ഉപ്പ് ഇട്ടു. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല പോലെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 8 മിനിറ്റോളൊക്കെ ഞാൻ അതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു മുകളിലത്തെ തട്ടങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് തണുത്ത് വരും. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ ഒരു പാന് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ പിന്നെ അതിലേക്ക് ഒരു 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 അല്ലെങ്കിൽ 3 വറ്റൽമുളക് കേട്ടോ. 2 വറ്റൽമുളക് മതിയാവും. അധികം എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും ഇതുപോലെ നടുകെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 8 ചെറിയ ഉള്ളി ഞാനിതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അതൊന്നങ്ങ് വയന്ന് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. അതെല്ലാം കൂടെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ച് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു കുഞ്ഞി ബോൾസ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് വെക്കണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു ബോൾസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിതുപോലെ ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ 2 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.